ഇനി എന്താണ് പരിഹാരം? ഹൃദയങ്ങളൊക്കെ കടുത്തു പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എന്താണ് ഇതിന് പരിഹാരം? ഒരു വിശ്വാസി അന്വേഷിക്കേണ്ടതാണല്ലോ, പഠിക്കേണ്ടതാണല്ലോ. ഈ രൂപത്തിലുള്ള ദുസ്വഭാവങ്ങളും ഈ രൂപത്തിലുള്ള സകലമായ വൃത്തികേടുകളും എല്ലാവർക്കും വന്നേക്കാം. ഒരേ ഒരു പരിഹാരം, അത് ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി 57-ാം അധ്യായം സൂറത്ത് ഹദീദിന്റെ 16-ാമത്തെ വചനത്തിൽ പറഞ്ഞു നോക്ക് നിങ്ങൾ. അലം യഗ്നിലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബഹും ലിദിക്രില്ലാഹ്. അലം യഗ്നിലില്ലദീന ആമനു, വിശ്വാസികളെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ലേ? നിങ്ങൾക്ക് തിരിച്ചു വരാൻ സമയമായില്ലേ? അൻ തഖ്ശാ ഖുലൂബഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് സമയമായില്ലേ? അവസാനിച്ചില്ല. വമാ നസല മിനൽ ഹഖ്, അല്ലാഹു അവതരിപ്പിച്ച സത്യസമ്പൂർണമായ ഒരു വേദഗ്രന്ഥമില്ലേ? സത്യസമ്പൂർണമായ ഒരു വചനമില്ലേ? ആ വചനത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന് അതേ, തിരിച്ചു വരാൻ ഞങ്ങൾ തയ്യാറുണ്ട്, ഞങ്ങൾ സന്നദ്ധനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ആദർശത്തിന്റെ ധാർഷ്ട്യത കാണിക്കാൻ, ധീരത കാണിക്കാൻ വിശ്വാസികളെ നമ്മൾക്ക് കഴിയണം. അള്ളാഹുവിന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള പരിഹാരം അതെ, തിരിച്ചു വരാൻ, പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾ സന്നദ്ധനാണ് എന്ന് തീരുമാനിക്കാൻ കഴിയണം. അതിലേക്ക് തിരിച്ചു വന്നാൽ, ഖുർആനിലേക്ക് തിരിച്ചു വന്നാൽ, അള്ളാഹുവിനെ സ്മരിച്ചാൽ, ദൈവസ്മരണയിലേക്ക് തിരിച്ചു വന്നാൽ ഈ രൂപത്തിലുള്ള സകലമാന ഹൃദയത്തിന്റെ കാഠിന്യങ്ങളും ഹൃദയത്തിന്റെ മരവിപ്പുകളും ഇല്ലായ്മ ചെയ്യാനും കേവലം ശാന്തമായ രൂപത്തിലേക്ക്, സത്യം കടന്നു ചെല്ലുന്ന രൂപത്തിലേക്ക് ഹൃദയത്തെ മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. വളരെ വ്യക്തമായി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഒരു ദൈവസ്മരണ കൊണ്ട് മാത്രമേ നമ്മുടെ ഹൃദയത്തിനെ ശാന്തമാക്കാൻ കഴിയുള്ളൂ. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവസ്മരണ കൊണ്ട്, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമേ ഹൃദയത്തിന് സമാധാനം നൽകാൻ, ഹൃദയത്തിന് ശാന്തി നൽകാൻ, ഹൃദയത്തിന്റെ മരവിപ്പുകൾ, കാഠിന്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതില്ലെങ്കിലോ? ഹൃദയം കടുത്തുപോയ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞില്ലെങ്കിൽ യഥാർത്ഥത്തിൽ മനസ്സ് കടുത്തുപോകും. യഥാർത്ഥത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ ജൂത സമുദായങ്ങൾക്കും ക്രിസ്തീയ സമുദായങ്ങൾക്കും ഈ ഒരു അവസ്ഥയാണ് അവർക്കുണ്ടായത്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയില്ല, പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയില്ല. പ്രവാചകന്മാർ വന്നുകൊണ്ട് പഠിപ്പിച്ച ആദർശങ്ങളിൽ നിന്ന് അവർ പഴച്ചു പോവുകയും ചെയ്തു. ഈ കാരണമാണ് അവരും യഥാർത്ഥത്തിൽ ഹൃദയം കടുത്തു പോകാനുള്ള കാരണം. വിശുദ്ധ ഖുർആൻ 57-ാം അധ്യായം സൂറത്ത് ഹദീദിന്റെ 16-ാമത്തെ വചനത്തിൽ ഇതിന്റെ തുടർ വചനമായി കൊണ്ട് ഖുർആൻ പറഞ്ഞു, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. മുമ്പ് വേദഗ്രന്ഥം സിദ്ധിച്ച, മുമ്പ് വേദഗ്രന്ഥം ലഭിച്ച ആളുകളെ പോലെ നിങ്ങൾ ആകരുത്. എന്താണ് അവർക്ക് സംഭവിച്ചു പോയത്? ഫതഅല അലൈഹിമുൽ അമദു ഫകസത് ഖുലൂബുഹും. കാലദൈർഘ്യം കഴിഞ്ഞു പോയപ്പോ ഫകസത് ഖുലൂബുഹും, പിന്നെ അവിടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും തെമ്മാടികളാണെന്നാണ്. നോക്ക് നിങ്ങൾ, യഥാർത്ഥത്തിൽ ജൂത ക്രിസ്ത്യാനികൾ ഈ ഒരു ശാപകോപത്തിന് വിധേയരാകാനുള്ള ഒന്നാമത്തെ കാരണം, ഹൃദയം കടുത്തുപോകാനുള്ള ഒന്നാമത്തെ കാരണം, ഫതഅല അലൈഹിമുൽ അമദു, കാലദൈർഘ്യം കഴിഞ്ഞപ്പോ പ്രവാചകന്മാര് വന്നു, സത്യം എന്താണെന്നൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാൻ അവിടെ മനസ്സ് പാകപ്പെടുത്തിയില്ല, അതൊന്നും ചെവിക്കൊള്ളാൻ അവർ സന്നദ്ധനായില്ല. അങ്ങനെ കാലദൈർഘ്യം കഴിഞ്ഞു പോയപ്പോ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സുകളൊക്കെ കടുത്തു പോവുകയാണ് ചെയ്തത്. അവരുടെ ഏറ്റവും വലിയ ഒരു ദുഷിച്ച പ്രവർത്തനത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ. ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ ശാപത്തിനുള്ള കാരണം? ആ ശാപത്തിനുണ്ടാകാനുള്ള കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ആ ഒരു കബറിടങ്ങളെ ആരാധനാ സ്ഥലങ്ങളാക്കി, പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി, പൂജാ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം. അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയരാകാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം അവർ ഹൃദയം മരവിച്ചു പോയ ആളുകളാകുന്നു എന്നാണ്. നോക്ക് നിങ്ങൾ, യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താണ് ഇതിന് മാർഗം? അല്ലാഹുവിന്റെ വചനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരിക, അല്ലാഹു പഠിപ്പിക്കുന്ന മാർഗം നമ്മൾ സ്വീകരിക്കുക. അതല്ലാതെ മറ്റ് യാതൊരുവിധ ഒരു കുറുക്ക് വഴികളോ ഈ രംഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല.